السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الرحمة والزهمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وبارك وسلم تسليما كثيرا كثيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. صدق الله العظيم. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, നമ്മൾക്ക് ഭക്ഷണം തന്നവർ, നമ്മുടെ സഹകാരികളായിരുന്നവർ, ആരെല്ലാം മരണപ്പെട്ട് ഏതെല്ലാം പള്ളികളുടെ ഖബർസ്ഥാനുകളിലാണോ അല്ലാഹു എല്ലാവരുടെയും ഖബറുകളെ വിശാലമാക്കുമാറാവട്ടെ. വിശിഷ്യ ഈ പരിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗികളായവർക്ക് അല്ലാഹു ശിഫാഹ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അല്ലാഹു ശാന്തിയും സമാധാനവും ഖൈറും ബർക്കത്തും അല്ലാഹു ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വർത്തമാനകാല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെയാണ് മുസ്ലിം സമുദായം കടന്നു പോകുന്നത്. എവിടെ നിന്നും കേൾക്കുന്ന വാർത്തകൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ലബനാനിന്റെയും ഫലസ്തീനിന്റെയും മണ്ണിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ജീവന് വേണ്ടി അവരെ അലറി വിളിക്കുന്ന നിലവിളികൾ നമ്മുടെ കാതുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ ശ്രവിക്കുന്നവരാണ്. സഹോദരങ്ങളെ, എന്തു തന്നെ ഈ ഭൂമുഖത്ത് സംഭവിച്ചാലും, ഏതെല്ലാം പരീക്ഷണങ്ങൾ ഈ ഭൂമുഖത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നാലും, യഥാർത്ഥത്തിൽ ലബനാനിന്റെയും ഫലസ്തീനിന്റെയും മണ്ണിലുള്ള മുസ്ലിം സഹോദരങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, അവരുടെ ഇച്ഛാശക്തി കൊണ്ട്. ജീവിതം ചോദ്യചിഹ്നമായി മാറിയ അവർ ഈമാനികമായ ഉൾക്കരുത്തുകൊണ്ട് ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളും ഭാര്യയും മക്കളും കൂടപ്പിറപ്പുകളും ജീവിതത്തിൽ സമ്പാദിച്ചതും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ചോദ്യചിഹ്നമായവർ അവരുടെ മുന്നിലോട്ട് കടന്നു വന്ന് സുഖമല്ല എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ
അവരാർജവം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിക്കുന്നത് ഒരേ ഒരു ശക്തി മാത്രമാണ്. അതാണ് ഈമാനിന്റെ പവർ, ഈമാനിന്റെ ശക്തി. അവർ ഈമാനികമായ പ്രഭാവം ഉൾക്കൊണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളെ പോലെ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു സ്വഹാബിയാണ്. ആദരവായ പ്രവാചകന്റെ മുന്നിലോട്ട് കടന്നു വന്ന് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു. അവിടുന്ന് പരാതികളും പരിഭവങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി നബി അങ്ങൊന്ന് ദുആ ചെയ്യണം, ഈ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാൻ എന്ന് ദുആ ചെയ്യണം. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് കാന മൻ ഖബലകും ലയംശതു ബിമിശാത്തിൽ ഹദീദ്. ഖബ്ബാബേ, നിന്റെ മുൻഗാമികളായ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. അവരുടെ മാംസളമായ ഭാഗത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള ചീർപ്പ് കൊണ്ട് ശത്രുക്കൾ വരയുമായിരുന്നു. മൂർധാവ് മുതൽ ശരീരമാസകലം ഈർച്ച വാളുകൾ കൊണ്ട് രണ്ടായിട്ട് കീറുമായിരുന്നു. എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടായാലും അവരുടെ ആദർശത്തെ പണയപ്പെടുത്താൻ, അവരുടെ ആദർശത്തെ വലിച്ചെറിയുവാൻ, ഈമാനിന്റെ ശക്തിയെ ഉപേക്ഷിക്കുവാൻ അവരൊരിക്കലും തയ്യാറായിട്ടില്ല. ഹബ്ബാബ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആദർശത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന നബിയല്ലാത്തൊരു മുൻഗാമിയായ പ്രബോധകനുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ 2 ആയത്തുകൾ 20 മുതൽ തുടങ്ങുന്ന 27 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ എന്ന് പേര് പറയപ്പെട്ട ഒരു ആശാരിയായ ചെറുപ്പക്കാരൻ, അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ച ചെറുപ്പക്കാരൻ നാട്ടുകാരോട് മുഴുവനും സത്യം പറഞ്ഞു. അല്ലാഹുവാണ് ഇലാഹ് എന്ന് പറഞ്ഞു. മറ്റു വസ്തുക്കളെല്ലാം മനുഷ്യ നിർമ്മിതിയാണെന്ന് പറഞ്ഞു. സത്യം സത്യമായിട്ട് പറഞ്ഞപ്പോൾ അവസാനം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഹബീബുൻ നജ്ജാർ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഖുർആനിൽ കാണാം. നാട്ടുകാരെല്ലാവരും ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തി വളഞ്ഞിട്ട് ആക്രമിച്ചു. അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിച്ചു, ക്രൂശിച്ചു. സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹത്താ ഖറജ ഖുസ്ബുഹു മിൻ ദുബരിഹി, അദ്ദേഹത്തിന്റെ വൻകുടലും ചെറുകുടലും പിൻദ്വാരത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്ന രീതിയിൽ അദ്ദേഹത്തെ ആളുകൾ ചവിട്ടിക്കൊന്നു. മരിക്കുന്ന സമയത്തും അദ്ദേഹം ദുആ ചെയ്തു, പടച്ചവനെ, അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, ഇവർ അറിവില്ലാത്തതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കുന്നതാണ്, ഇവർക്ക് ഹിദായത്ത് എന്താണെന്ന് അറിയാത്തതിന്റെ പേരിലാണ് എന്നെ ക്രൂശിക്കുന്നത്. നാദാ, നീ ഇവരെ പിടിച്ചു കെട്ടല്ല്, നീ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ എന്ന് അവസാനമായി പറഞ്ഞ് ഹബീബുൻ നജ്ജാർ എന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്. ഈമാൻ കൈക്കൊള്ളതിന്റെ പേരിൽ, ഈമാൻ ഉൾക്കൊണ്ടു എന്ന ഒറ്റ കാരണത്താൽ അഗ്നികുണ്ടാരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട മുൻഗാമികളുണ്ട്. സൂറത്തുൽ ബുറൂജിന്റെ പ്രാരംഭത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. റിയാദ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രാജ്യത്ത് നജ്ദ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ദൂനവാസ്. അദ്ദേഹത്തിന്റെ മതം എന്നുള്ളത് യഹൂദനായ ഒരു ചെറുപ്പക്കാരൻ, യഹൂദനായ ഒരു രാജാവ്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്, വിശ്വാസികളായതിന്റെ പേരിൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വിശ്വാസികളെ ആ മനുഷ്യൻ ശരിക്കും എന്തിനു വേണ്ടിയെന്നറിയുമോ? ചോദ്യം ചെയ്യാൻ. ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് പോയാൽ, ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖലോലുപനായിട്ട് ജീവിക്കാൻ അവസരം ഒരുക്കി കൊടുക്കും. അതല്ല, ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നാണ് പറയുന്നതെങ്കിൽ വഴിയുടെ ഓരങ്ങളിൽ അദ്ദേഹത്തിന്റെ സൈന്യം മുഖാന്തരം പണിതു വച്ചിരിക്കുന്ന കിടങ്ങുകളിൽ തീ കത്തുന്നുണ്ട്. ആ കിടങ്ങുകളിലോട്ട് തള്ളിയിട്ട് മണ്ണ് കൊണ്ടിട്ട് മൂടിക്കളയുമായിരുന്നു ദൂനവാസ് എന്ന ക്രൂരനായ ചക്രവർത്തി. തഫ്സീർ ജലാലൈൻ എന്ന കിതാബിൽ കാണാം, ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമായിട്ട് ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. 7 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു ഉമ്മ അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് കടന്നു വന്നു. കിങ്കരന്മാര് വിളിച്ചുകൊണ്ട് വന്നതാണ്. രാജാവ് ചോദിച്ചു, പെണ്ണെ,
ഈ മകനുമായിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കുവാൻ ഞാൻ ഒരു അവസരം തരാം. നീ വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് മാറ്, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്ക്. ആ പെണ്ണ് പറഞ്ഞു സാധ്യമല്ല. അവസാനം കിടങ്ങിന്റെ വക്കത്ത് കൊണ്ടുപോയി കിങ്കരന്മാര് വെച്ചു തള്ളിയിടുവാൻ വേണ്ടി ഉമ്മ പരിഭ്രാന്തപ്പെട്ടു. കുഞ്ഞുമായിട്ട് ഈ തീകുണ്ടാരത്തിലോട്ട് വീഴണമല്ലോ, ജീവനോടുകൂടി മണ്ണിട്ട് മൂടിക്കളയുമല്ലോ. ആ കുഞ്ഞ് സംസാരിച്ചത്രേ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഉമ്മ, നിങ്ങൾ അമാന്തപ്പെടേണ്ടതില്ല, ആശ്ചര്യപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ സത്യത്തിന്റെ വക്താവാണ് എന്ന് കുഞ്ഞ് സംസാരിച്ചു പോയെന്ന് ചരിത്രത്തിൽ കാണാം. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ജീവനോടുകൂടി വിശ്വസിച്ചതിന്റെ പേരിൽ വലിയ കുഴികൾ ഉണ്ടാക്കി, കിടങ്ങുകൾ ഉണ്ടാക്കി വിശ്വാസികൾ അതിലോട്ട് തള്ളിവിടുന്നു, മണ്ണിട്ട് മൂടുന്നു. വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ടുകളോളം വിശ്വാസി സമൂഹം ഓർത്തിരിക്കാൻ ഈ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നു. സ്വഹാബത്ത് വിഭിന്നമായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ഏൽക്കപ്പെട്ട ബുദ്ധിമുട്ടുകളുടെ, പ്രതിബന്ധങ്ങളുടെ, പ്രയാസങ്ങളുടെ കണക്ക് പറയുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ ചരിത്രം പറയാതെ അത് സമ്പൂർണ്ണമാവില്ല. ഫിർഔനിന്റെയും നമ്രൂദിന്റെയും ചരിത്രം. മുസ്ലിമീങ്ങളെ ആസകലം തേടി പിടിച്ച് കൊന്നുകളയുവാൻ വേണ്ടി മുന്നിലുണ്ടായിരുന്ന രണ്ട് രാജാക്കന്മാർ. ഫിർഔനിന്റെ ക്രൂരതകൾ പറയപ്പെട്ടിട്ടുണ്ടല്ലോ. 900,000-ഓളം വരുന്ന കുഞ്ഞുമക്കളെ നിഷ്ഠൂരം വധിച്ചു കളഞ്ഞ ക്രൂരതയുടെ പര്യായമാണ് ഫിർഔൻ. അവനെ വിശ്വസിക്കാതെ മൂസാ നബിയെ വിശ്വസിച്ചതിന്റെ പേരിൽ അവന്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയും അവിടുത്തെ മന്ത്രിയായിരുന്ന ഫിർഔനിന്റെ മന്ത്രിയായിരുന്ന മനുഷ്യന്റെ ഭാര്യയായിരുന്ന മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയും നിഷ്ഠൂരമായിട്ടാണ് ഫിർഔൻ വധിച്ചു കളഞ്ഞത്. രണ്ടുപേരും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു. അവര് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടു. ഫിർഔനിന്റെ മുന്നിലോട്ട് കടന്നു വന്നു, സത്യം പറഞ്ഞു കൊടുത്തു. ഫിർഔൻ രണ്ടുപേരെയും വിവസ്ത്രരാക്കി. കിതാബുകളിൽ കാണാം, തഫ്സീറുൽ ബഗവി എന്ന ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കാണാം, രണ്ടുപേരെയും വിവസ്ത്രരായിട്ട് നട്ടുച്ച നേരത്ത് മണലാരണ്യത്തിൽ നിർത്തി രണ്ടുപേരുടെയും നെറ്റിയിലും കൈവെള്ളയിലും ആണിയടിച്ചു. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. തന്റെ നെറ്റിത്തടത്തിലും കൈവെള്ളയിലും ആണിയടിക്കുന്ന ആളുകളോട് അവരുടെ മുന്നിൽ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ക്രൂശിക്കപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് എന്റെ കൈവെള്ളയിൽ ആണിയടിക്കപ്പെടുന്നത്. നീ എനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം തരണേ അല്ലാ. ഈ ഫിർഔന്റെ ശർറുകളിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാ. അല്ലാഹു അവരെ ജീവനോടെ ആകാശ ലോകത്തേക്ക് ഉയർത്തി. അവരുടെ മൃതശരീരത്തെ മാത്രമാണ് ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞത്. മാഷിത ബീവി രണ്ട് മക്കളുടെ മാതാവാണ്. അവരെങ്ങനെയാണ് വധിച്ചതെന്നറിയുമോ? ആ മക്കളുടെ മുന്നിലിട്ട് ഉമ്മാനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകളഞ്ഞു. മക്കളെ പാമ്പുകളെ വിട്ട്, വിഷമുള്ള പാമ്പുകളെ വിട്ട് കടിപ്പിച്ച് കൊന്നുകളഞ്ഞു എന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയാണ് ക്രൂരതകൾ. ഈ സമുദായത്തിലെ പൂർവികർ അനുഭവിച്ച ക്രൂരതകൾ. സ്വഹാബത്ത് ഒട്ടും പുറകിലായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് ഒട്ടും പുറകിലായിരുന്നില്ല. ആദ്യമായിട്ട് ഇസ്ലാം വിശ്വസിച്ചത്, പരസ്യപ്പെടുത്തിയത് 7 പേരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടുന്ന 7 പേർ അവർ ഇസ്ലാമിനെ പരസ്യപ്പെടുത്തി. തങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞു. ശത്രുക്കളുടെ കോട്ടക്കൊത്തളങ്ങളിലോട്ട് കടന്നു ചെന്നിട്ട് ഇസ്ലാമിനെ അവർ ഉറച്ചു പ്രഖ്യാപിച്ചു, ഉറച്ചു പറഞ്ഞു. 7 പേർക്കെതിരെയും ശത്രുക്കൾ തിരിഞ്ഞു. മഹാനായ പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും സംരക്ഷണം അവരുടെ കുടുംബങ്ങൾ ഏറ്റെടുത്തു. ബാക്കിയുള്ളവരെ ഒന്നും ഏറ്റെടുക്കാൻ ആരുമില്ല. ബാക്കിയുള്ള 5 പേരെയും മക്ക മണലാരണ്യത്തിൽ വിവസ്ത്രരായിട്ട് നിർത്തി. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെയുള്ള 5 പേരെ അവരെ ഇരുമ്പിന്റെ വസ്ത്രം ധരിപ്പിച്ച് ദിവസങ്ങളോളം, മാസങ്ങളോളം പീഡിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഒന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, അവരനുഭവിച്ച വേദന. അബൂജഹൽ ഈ സമയത്താണ് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊന്നുകളയുന്നത്. അവരുടെ ഗുഹ്യഭാഗത്തേക്ക് ചാട്ടുളി എറിഞ്ഞുകൊണ്ട് അവരെ വധിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലെ ആദ്യത്തെ ഷഹീദാണ്
ബഹുമാനപ്പെട്ട സുമയ്യ ബിബി റളിയല്ലാഹു തആല അൻഹ. മക്കം ഫതഹായ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ അരികിലോട്ട് വിളിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഖബ്ബാബ്, നീ എന്താണ് ഇസ്ലാമിന് വേണ്ടി ചെയ്തത്? എന്തെങ്കിലും നിന്റെ ശരീരത്തിൽ അടയാളങ്ങളുണ്ടോ? അവിടുത്തെ മേൽ വസ്ത്രം ഊരിക്കൊണ്ട് തന്റെ മേൽ മുതുക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണിച്ചു കൊടുത്തു. ഒരു ഭാഗത്ത് ഇറച്ചിയില്ല, എല്ല് തള്ളി നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമറേ, വലിയൊരു അടുപ്പുണ്ടാക്കി തറയിൽ ശത്രുക്കൾ, എന്നിട്ട് എന്നെ വിവസ്ത്രനാക്കി അതിന്റെ മുകളിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എന്റെ മുതുകിൽ നിന്ന് വരുന്ന ചോരയും ചലവും വീണിട്ട് ആ അടുപ്പ് അണഞ്ഞു പോകുമായിരുന്നു. ഉമറേ, എന്റെ ഈ ഭാഗത്ത് ഇറച്ചിയില്ലാത്തത്, ആ ഭാഗത്തുള്ള ഇറച്ചിയും ചോരയും എല്ലാം ആ അടുപ്പിൽ നീ പോയി അന്വേഷിച്ചാൽ കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയില്ല സഹോദരങ്ങളെ. ഉഹദ് യുദ്ധവേളയിൽ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹുവിനെ തുണ്ടമാക്കിയിട്ട് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് അത് കയറിൽ കൊരുത്ത് മാലയുടെ രൂപത്തിൽ ശത്രുക്കൾ ഇങ്ങനെ ഹാരം പോലെ അണുതു നടക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ട് കരഞ്ഞു പോയില്ലേ? അബ്ദുല്ലാഹ് ഇബ്നു നവർ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അവിടുത്തെ ശരീരം 80 കഷണങ്ങളാക്കി അവസാനം ചെറുവിരൽ കണ്ടപ്പോൾ അത് മനസ്സിലായി സഹോദരിക്ക് തന്റെ സഹോദരനാണെന്ന്. അങ്ങനെയാണ് ആ മയ്യത്തിനെ തിരിച്ചറിഞ്ഞത്. ഉൾപ്പെടെ ഏതാണ്ട് 70ഓളം ആളുകളാണ് ഉഹദിൽ ഷഹീദായത്. 69 ആളുകളുടെയും ശരീരത്തെ അവർ ചിത്രഭദ്രമാക്കി കളഞ്ഞു. റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവും സഹോദരനും ഇസ്ലാമിലോട്ട് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് ശത്രുക്കൾ ആ മനുഷ്യനെ കൊന്നു എന്നതല്ലാതെ ചിത്രവധം ചെയ്യാൻ തയ്യാറായില്ല. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു ചരിത്രം കേൾക്കാത്ത ആരുമില്ലല്ലോ. ഹിന്ദെന്ന് പറയുന്ന മക്ക കുഫാറുകളിൽ പേര് കേട്ട പെണ്ണ്, അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്ന പെണ്ണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടുളി എറിഞ്ഞ് കൊലപ്പെടുത്തുകയും വയർ കീറുകയും കരളെടുത്തിട്ട് ചവച്ചു തുപ്പി മുഖത്തോട്ട് തുപ്പിയെറിയുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് കണ്ടു. ആദ്യമായിട്ട് നബിതങ്ങൾ ഒരു ജനാസയുടെ മുന്നിൽ തല കറങ്ങി വീണുപോയില്ലേ? ആരെക്കൊണ്ട് സഹിക്കും? ഇതെല്ലാം ഈ സമുദായത്തിലെ മുൻഗാമികൾ അനുഭവിച്ച വേദനകളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ വിഷയത്തിൽ ബോധരഹിതനായി പോയത് രണ്ട് വിഷയത്തിലാണ്. ഒന്ന്, തന്റെ പച്ചാപ്പയുടെ കരൾ വെളിയിൽ കിടക്കുന്നത് കണ്ടപ്പോഴും. 2, ഖൈസ് എന്ന് പറയുന്ന ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലോട്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ ഒരു സംഘത്തെ അങ്ങ് അയക്കണം. വളരെ വിനയാന്വിതരായിട്ട് നല്ല ഭാഷയിൽ വന്ന് നബിതങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ ഏതാണ്ട് 70ഓളം ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ കൂട്ടത്തിൽ അയച്ചു. ഈ 70ൽ 40ഓളം ആളുകൾ ഹാഫിളുകളാണ്, ഖുർആൻ കാണാതെ പഠിച്ചവരാണ്, ആലിമീങ്ങളാണ്, ദീനിനെ കുറിച്ച് അറിവുള്ളവരാണ്. ഖൈസ് ഗോത്രത്തിന്റെ പിറകിൽ അവരെ അനുസരിക്കുന്നവരായിട്ട് ഈ 70ഓളം ആളുകളും പുറപ്പെട്ടു. അവര് ചതിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. 40ഓളം വരുന്ന ഹാഫിളുകളെ കൊന്നു കുടിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചതി അറിഞ്ഞു. ഇതറിഞ്ഞത് മുതൽ 1 മാസക്കാലത്തോളം അള്ളാഹുവിന്റെ ഹബീബ് നമസ്കാരത്തിൽ അവർക്കെതിരെ ദുആ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. നബി തങ്ങൾ വല്ലാതെ വിഷമിച്ചു പോയ സന്ദർഭം. എന്തെല്ലാം ഈ സമുദായത്തിൽ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി അനുഭവിച്ചു, എന്തെല്ലാം രീതിയിൽ പ്രയാസപ്പെട്ടു, ഏതെല്ലാം പരീക്ഷണങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു, ഏതെല്ലാം രൂപത്തിൽ മക്കൾ പോയില്ലേ, ഭാര്യ പോയില്ലേ, മാതാപിതാക്കൾ പോയില്ലേ, അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചില്ലേ, നാട്ടുകാര് നബിതങ്ങളെ കുറിച്ച് കള്ളൻ എന്ന് പറഞ്ഞില്ലേ, ഭ്രാന്തൻ എന്ന് പറഞ്ഞില്ലേ, നബിതങ്ങൾ തകർന്നോ? ആധുനിക കാലഘട്ടത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് ഈമാനിന്റെ പരീക്ഷണമാണ്. ഈമാനിന്റെ പരീക്ഷണമാണ്. ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി പോകാൻ കഴിയുന്ന പ്രവണതകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. വയനാട് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന സഹോദരി, അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. മാതാപിതാക്കൾ പോയി, സഹോദരങ്ങൾ പോയി, അവസാനം ഒരാളെ വിവാഹം കഴിച്ചു, നെൽസൺ എന്ന സഹോദരൻ. ആ സഹോദരനും നഷ്ടപ്പെട്ടു പോയി. വാർത്താ മാധ്യമങ്ങളായ എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും ആ വാർത്ത വന്നു. അതിന്റെ താഴെ പലരും കുറിച്ചിട്ടു, ദൈവം ഇത്ര ക്രൂരനാണോ?
പല മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന കാഴ്ച, ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന കാഴ്ച. നമുക്കെല്ലാത്തിലും വിശ്വാസമുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ വല്ലാത്ത വിശ്വാസമാണ്. 6ാമത്തെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമുണ്ട്. അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, കിതാബുകളുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഖിയാമത്ത് നാൾ സംഭവിക്കും, മഹ്ശറയുണ്ട്, എല്ലാത്തിനും വിശ്വാസമുണ്ട്. നന്മ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വിശ്വാസമുണ്ട്. പക്ഷേ തിന്മ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് വിശ്വസിക്കാനുള്ള ഈമാൻ നമുക്കില്ല. അൽ ഖൈറു വശർറു മിനല്ലാഹി തആല എന്ന് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും, നന്മ പറയും, ശുക്ർ ചെയ്യും, അൽഹംദുലില്ലാ പറയും. എന്തേ ഒരു ഷർറ് ഉണ്ടാകുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയാത്തത്? നമ്മുടെ ഈമാനിന്റെ കുറവ് മൂലം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഷർറുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തത് എന്താണ്? അപ്പൊ അള്ളാഹു ഇത്രയും ക്രൂരനാണെന്ന് പറയുന്നത് എന്താണ്? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആലുവയിലെ ഒരു സ്കൂളിൽ അധ്യാപകനോട് വയനാട് ദുരന്തമുണ്ടായ സമയത്ത് കത്തെഴുതി ചോദിച്ചത്, ദൈവം ഇത്ര ക്രൂരനാണോ എന്ന്. ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു മുസ്ലിം ഫാമിലിയിൽ വളർന്ന ഒരു പെൺകുട്ടി അധ്യാപകനോട് ചോദിച്ചത്രേ, ദൈവം ഇത്ര ക്രൂരനാണോ? ഒരൊറ്റ രാത്രി കൊണ്ട് സമാധാനം തകർത്ത് കളയാൻ കഴിവുള്ളവരാണോ ദൈവം? ആ കുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ ആ അധ്യാപകൻ നിശബ്ദനായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്ക്. വളർന്നു വരുന്ന നമ്മുടെ തലമുറ അള്ളാഹുവിനെ തള്ളി പറയുവാൻ വേണ്ടി ആവേശം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവര് സംശയത്തിന്റെ നഗനില. ഈമാനികമായ കാര്യങ്ങളിൽ വിശ്വാസത്തിൽ കുറവാണ് അവർക്ക്. ഈമാനികമായ കാര്യങ്ങളിൽ അവർക്ക് വല്ലാത്ത വിശ്വാസമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ? അള്ളാഹു എന്തിനാണ് ഈ സമുദായത്തെ പരീക്ഷിക്കുന്നത്? അള്ളാഹു പറഞ്ഞു, അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വെറുതെ നിങ്ങളുടെ മുൻഗാമികൾ കടന്നുപോയ സ്വർഗത്തിലോട്ട് നിങ്ങളെ വെറുതെ കടത്തിവിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു ചെറിയ പരീക്ഷണം പോലും ഏൽക്കാത്ത രീതിയിൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലോട്ട് ഞാൻ വെറുതെ കടത്തിവിടുമെന്ന് നിങ്ങൾ കരുതണ്ട. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ, വേദനകളുടെ, വേവലാതികളുടെ ഒരംശം നിങ്ങളെ ബാധിച്ചിരിക്കും. എന്നിട്ടല്ലാതെ നിങ്ങളുടെ സ്വർഗത്തിലോട്ട് കടന്നുപോകില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നന്മ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അള്ളാഹു നമുക്ക് കരുത്ത് തരുമാറാവട്ടെ. ചെറിയ പരീക്ഷണങ്ങളിൽ തകർന്നു പോകുന്ന മനസ്സിന്റെ ഉടമസ്ഥന്മാരിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്ന ഒരവസ്ഥ അള്ളാഹു വരുത്താതിരിക്കുമാറാവട്ടെ. മനസ്സിന് അള്ളാഹു കരുത്തു തരുമാറാവട്ടെ. ആഖിബത്ത് നന്നായി മരണപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സഹോദരങ്ങളെ, നാമുമായിട്ട് ബന്ധപ്പെട്ടവരെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനം അള്ളാഹുവിനെ ഒരു മുഅ്മിനായിട്ട് കണ്ടുമുട്ടുവാനും ഹബീബായ നബിതങ്ങളോടൊപ്പം സ്വർഗത്തിലോട്ട് കടന്നു പോകാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടി വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി.